ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഉന്നക്കായാണ്. എൻ്റെ മക്കളെ ഞാൻ ആദ്യം തന്നെ പറയാലോ, അതായത് ഇതൊക്കെ ഉണ്ടാക്കാൻ എക്സ്പേർട്ടായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ചാനലുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിൽ ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ വളരെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാലും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ളൊരു വേർഷൻ എന്നുള്ളൊരു സംഭവം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ വേർഷനിൽ ഒരു ഉന്നക്കായയാണ്. 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമാണ് ഞാൻ എപ്പോഴും എടുക്കാറുള്ളത്. കട്ട് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിംഗ് എന്താണെന്ന് നോക്കാം. ഞാൻ ഇടുന്ന ഫില്ലിങ് മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, തേങ്ങ, പഞ്ചസാര, ഏലക്ക, ഇത്ര മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് നെയ്യിൽ വറക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഫ്രഷായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നു. എന്നതിന് ശേഷം ആവശ്യത്തിന് മധുരം നമുക്ക് എങ്ങനെയാണോ അത് നിങ്ങളുടെ താല്പര്യം അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾ മധുരം ഇട്ടോളൂ. ഞാൻ ഇപ്പോൾ എന്താണ് പറയുക, ഏകദേശം ഒരു 4-5 സ്പൂണോളം വരണ പോലെ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കൂടുതൽ മധുരമല്ല, എന്നാലോ നല്ല ഒരു പാകത്തിനുള്ള പോലെയാണ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ പഞ്ചസാര ഒന്ന് അതിൽ കോട്ടാവുന്ന പോലെ ആക്കിയിട്ട് മിക്സ് അവിടെ വെക്കുക. അത്രയേ ഉള്ളൂ മിക്സിൻ്റെ കാര്യത്തിൽ. നമ്മുടെ നേന്ത്രപ്പഴമെല്ലാം നീറ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അധികം കുഴഞ്ഞ പഴമായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിത് ഷേപ്പ് ചെയ്യാൻ വരില്ല. അതുകൊണ്ടാണ് കുറച്ചൊന്ന് സ്റ്റേബിളായിട്ടുള്ള പഴം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലത്തെ സംഭവമൊക്കെ ഒന്ന് നാരൊക്കെ എടുത്ത് കറുപ്പൊക്കെ ഒന്ന് എടുത്ത് എല്ലാം ഒന്ന് കുഴച്ച് കിട്ടാൻ നന്നായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഒരു മത്ത് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ആ ബ്ലാക്ക് കളറൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം മത്ത് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നല്ല പോലെ ഉടച്ചെടുക്കണം. ഇതിന് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യണം. എനിക്ക് പഠിപ്പിച്ച് തന്ന ആൻറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മിയിൽ അരക്കുകയാണ് ചെയ്തത് അവർ. ഓക്കെ, ഇതിലേക്ക് ഇനി കുറച്ച് നെയ്യും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് കുഴയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾ കുഴയ്ക്കണം. അപ്പോഴാണ് ആ സ്മൂത്ത് ഫിനിഷ് വരുന്നത്. ഇല്ലെങ്കിൽ കട്ടിയും കഷ്ണമായിട്ട് നിൽക്കും. നന്നായിട്ട് കുഴച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കില്ലേ ഈ പഴം, അതുപോലെ തന്നെ സൂപ്പറായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ കുഴച്ചെടുക്കുക. അത് കുഴച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ ഉരുളയായിട്ട് അതൊന്ന് എടുത്തിട്ട് നടുവിലൊന്ന് പ്രസ് ചെയ്യുക. നടുവിലൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ അവിടെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഫില്ലിങ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. എന്നിട്ട് അതൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് കയ്യിൻ്റെ പാദത്തിൻ്റെ സൈഡ് വെച്ചിട്ടാണ് ആൻറ്റി എനിക്ക് പഠിപ്പിച്ച് തന്നിരിക്കുന്നത്. അത് നന്നായിട്ടുള്ള രീതിയിൽ അങ്ങോട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരൊക്കെ ടകേന്നും പറഞ്ഞ് ചെയ്യും. ആദ്യമൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ആ ഷേപ്പ്. അതൊന്നും ഒരു വിഷയമാക്കണ്ട. ഞാൻ ആദ്യമൊക്കെ ഉന്നക്കായ എന്ന് പറഞ്ഞിട്ട് ഉണ്ട പിടിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കറക്റ്റായിട്ടുള്ള രീതിയിലാക്കണത്. ഓക്കെ, അപ്പോൾ അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് വളരെ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം പരിചയം ഇതിലേക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ടൈം എടുത്തിട്ട് പതുക്കെ സമാധാനവും സാവകാശമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതിയിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഓരോന്നും നിറച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തിട്ട് അപ്പുറം ഇപ്പുറം ഒന്ന് അടച്ചു വെക്കുക. എന്നതിന് ശേഷം സമാധാനമായിട്ടുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഒന്ന് വേണമെങ്കിൽ കയ്യിൽ നെയ്യ് തേച്ചോളൂ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് വരാൻ പറ്റും. എപ്പോഴും തള്ളവിരലിൻ്റെ ഇതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങൾക്കത് ഷേപ്പായിട്ട് കിട്ടും. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് സൂസൻ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്താ ചെയ്യണത്, ഇതെങ്ങനെയാണ്, ഇതെന്തുകൊണ്ടാണ് കൈ കൊണ്ട് ഇങ്ങനെ ചരിച്ചിട്ടുള്ള രീതിയിൽ ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ സൂസനും പഠിപ്പിച്ചു കൊടുത്തു. ഇനി നാളെ മേലാൽ ഉന്നക്കായ അവരുടെ വീട്ടിൽ പോയിട്ടും ഉണ്ടാക്കട്ടെ എന്നുള്ള രീതിയിലാണ് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ഒരു കാര്യം അവർ വന്നിട്ട് താല്പര്യത്തോട് കൂടിയിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അവരുടെ അടുത്ത് പറയില്ല ഇതൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഒരാളോടും പറയാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സമാധാനവും സാവകാശമായിട്ട് നിന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ് സൂസന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഉന്നക്കായകളെല്ലാം തന്നെ ഉണ്ടാക്കി എടുത്തു. ഇതപ്പോൾ വെളിച്ചെണ്ണയിൽ നല്ല അടിപൊളിയായിട്ട് വറുത്തെടുക്കുകയാണ്. സമാധാനമായിട്ട് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗണിഷ് കളറിൽ നന്നായിട്ട് വറുത്ത് കോരിയെടുക്കുക. ഇത് ഒരു സുലൈമാനിയുടെ കൂടെ കഴിക്കുക എന്ന് പറയുന്നത് സൂപ്പറാണ്. വല്ലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ വീണ്ടും പറയുന്നു,
എക്സ്പേർട്ടായിട്ടുള്ള കംപ്ലീറ്റ് ആൾക്കാർ എന്നോട് ക്ഷമിക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അടിയനോട് പൊറുക്കുക. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ വേർഷൻ ഓഫ് ഞാൻ എങ്ങനെയാണോ എൻ്റെ വീട്ടിലുണ്ടാക്കുന്നത് അതുപോലെയുള്ള ഉന്നക്കായാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു കഴിക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കണം തൊള്ളൂ.